മലപ്പുറം നിലമ്പൂരിൽ താമസിക്കാൻ മതിയായ സൗകര്യമില്ലാതെ ആദിവാസി കുടുംബത്തിന്റെ ദയനീയത. അകമ്പാടം പാറേക്കാട് നഗറിലെ കുറുമ്പിയുടെ കുടുംബമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ചെറിയ വീട്ടിൽ 21 പേരാണ് താമസിക്കുന്നത്. ഭൂമിക്കും വീടിനുമായി അപേക്ഷ നൽകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് കുറുമ്പി 24-നോട് പറഞ്ഞു. നിലമ്പൂരിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദിവാസി സമൂഹത്തിന്റെ ഒരു ദയനീയത തുറന്നു കാണിക്കുകയാണ്. നിലമ്പൂരിലെ അകമ്പാടം പാറേക്കാട് നഗറിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നത് 21 പേരാണ്. കുട്ടികൾ ഉൾപ്പെടെ 21 പേരാണ് ഈ ഒരു ചെറിയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. അതിൽ നമുക്ക് വളരെ കരള് അലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി കാണുന്നത് ഇവിടുത്തെ ആട്ടിൻകൂട്ടിലാണ്. ഇവിടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരാൾ കിടക്കുന്നത്. ഇത് ചാലിയാർ പഞ്ചായത്ത് നൽകിയ ആട്ടിൻകൂടാണ്. അവിടെ കിടക്കേണ്ട അത്രയും വലിയ ദുരവസ്ഥയാണ് ഉള്ളത്. ആടുകളെ തൊട്ടപ്പുറത്തേക്ക് കെട്ടി ഇത് ഈ അനുവദിച്ച ആട്ടിൻകൂട്ടിൽ അവിടെ പായയിട്ടാണ് ഇവർ കിടക്കുന്നത്. അമ്മ കുറെ ആയിട്ട് തന്നെ ഇങ്ങനെയാണോ? കുറെ ആയിട്ട് ഇങ്ങനെ തന്നെ. ഞാൻ കുറെ സ്ഥലത്ത് കൊടുത്തതാ. കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പം മടിയായി. നിനക്ക് തന്നെ ഒരു മടിയായിക്കണം ഇപ്പോൾ കൊടുത്ത്. ഇന്നിപ്പോൾ എവിടേക്കും കൊടുക്കാനാവില്ലെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ചെക്കന്മാർ പിന്നെ വിളിച്ച് കൊടുന്ന് ഇതാക്കി. എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട്? 10-21 ആൾക്കാരുണ്ട്. 25 ആൾക്കാരുണ്ടായിന്. ഇപ്പോൾ അതിൽ 3 ആൾ വേറെ. ബാക്കിയുള്ള പേരൊക്കെ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ എൻ്റെ ഒപ്പം തന്നെ. ഒന്ന് കിടക്കാനെങ്കിലും സ്ഥലമുണ്ടോ? ഞാൻ ചില സമയത്ത് ഞാൻ കുത്തിരുന്നുറങ്ങും. ഇരുന്നുറങ്ങുമോ? അല്ലാതെ ഇപ്പോൾ സ്ഥലം വേണ്ടേ കിടന്നുറങ്ങാം. ചെറിയൊരു പേരല്ലേ. ആ പേരയിൽ ഇപ്പോൾ എത്ര ആൾക്കാരൊക്കെ വെച്ച് കിടന്നുറങ്ങി വെച്ചാൽ അത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണത്. എനിക്ക് എവിടെ ആട്ടിവിടാൻ പറ്റില്ലല്ലോ എൻ്റെ മക്കളെ. ആ ഗതികേടാണ് ഇപ്പം എൻ്റെ ഗതികേട്. ഒന്നും ആരോട് പറഞ്ഞാൽ തിരിയില്ല. ആ വേദന എനിക്കേ അറിയുള്ളൂ. അത്രയും വേദനയല്ല ഇപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞു പോണേ. കുറുമ്പിയമ്മയുടെ ഈ വാക്കുകൾ ഇവിടുത്തെ അധികാരികൾ ഉൾപ്പെടെ കേൾക്കണം. കാരണം എന്തു ചെയ്യും, മക്കളുമായി എന്തു ചെയ്യും? അവർ ഭൂമിക്കായിട്ട് പലതവണ അപേക്ഷ കൊടുത്തതാണ്, വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തതാണ്. പക്ഷേ ഒന്നിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇരുന്ന് ഉറങ്ങുന്നു എന്ന് വരെ പറയുകയാണ് ഈ അമ്മ. ഈ ആട്ടിൻകൂട്ടിലാണ് അതിൽ ഒരാൾ താമസിക്കുന്നത്. കാരണം ആടുകളെ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ എല്ലാവർക്കും കൂടി കിടക്കാൻ ഇവിടെ സ്ഥലമില്ല. അതുകൊണ്ട് മാത്രം ഇവർ ഈ ഒരു ദുരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിനൊരു മാറ്റം വരണം. അതിനുവേണ്ടി ഇവർ കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ എത്രയും വേഗമുള്ള ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.